ഗുണ്ടയുടെ കൈ മുറിഞ്ഞേ. എത്ര ആയിരം പേരുടെ ചോര പുരണ്ട കത്തിയാന്നറിയോ ഇത്? ഇനി ഇത് ഇവിടെ ഇരുന്ന് ആപ്പിള് കണ്ടിക്കും. ബോംബ്, എത്ര എത്ര ആൾക്കാരുടെ തലകൾ ചിന്നിച്ചിതറച്ച ബോംബേ. നിന്നെ ഇനി എനിക്ക് ആവശ്യമില്ല. പിള്ളേർ കൊണ്ടുപോയി പടക്കം പിടിച്ച് കളിക്കട്ടെ. ഇന്നു മുതൽ സുഖുവിന്റെ ജീവിതത്തിൽ ഗുണ്ടാപ്പണി ഇല്ല. കാരണം എന്താ? സുഖു ഒരു കല്യാണം കഴിച്ചു. ഇനി ഞാനും എന്റെ ഓമനയും മാത്രം. അവളിപ്പൊ പാലുമായിട്ട് ഇങ്ങോട്ട് വരും. ഭയങ്കര നാണമായിരിക്കും അവക്ക്. എന്ന് നോക്കിക്കാ ഞാൻ. ഇന്ന് അവളെ ഇന്ന് നോക്കിക്കോ ഞാൻ. കൊച്ചു കള്ളി, നേരത്തെ ഇങ്ങ് വന്നല്ലേ? ഇങ്ങ് വന്നാണ് നീ. ഇന്ന് എന്നെ പ്രതിനെ അറസ്റ്റ് ചെയ്ത് ഹാജർ. എന്താടാ ഞാൻ തൊപ്പി വെച്ചപ്പോ നീ എന്ത് തുപ്പിക്കളഞ്ഞ? അതല്ല സാറേ, നമ്മളെന്നോട് മലന്ന് വിള്ളി താന്റെ ചുണ്ടിന്റെ പീസ് എന്റെ വയലേപ്പി. സാറെന്ത് ഇവിടെ? ഒരു ഗുണ്ട എന്റെ മുഖത്ത് നോക്കി. എടാ എത്ര വർഷമായടാ നീ കേരള പോലീസിനെ ഇങ്ങനെ പറ്റിച്ചിട്ട് നടക്കണ്? ഡാ ഒരു പിടികിട്ടാ പുള്ളിയായ നിന്നെ തിരക്കി ഞാൻ എവിടെ വന്നാലും നീ അവിടെയൊക്കെ ഡൂപ്പിനെ ഇട്ടിട്ട് രക്ഷപ്പെടും. നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഇന്ന് ഇവിടെ നീ ഡൂപ്പിനെ ഇടൂലല്ലേ. ജീപ്പിൽ കേറാ. അകത്തമുറി സുഖു. അതിന്റെ പുറത്ത് തിണ്ണെ ഒന്ന് കിടന്നാ നിനക്ക് സുഖം കിട്ടും. അതല്ല സാറിന് സ്ഥലം ഏതാന്നറിയോ? ഡീസന്റ് മുക്ക്. അതെങ്ങനെ മനസ്സിലായി സാറേ? ഞാൻ ഇങ്ങോട്ട് കയറി വന്നില്ലേ, അപ്പൊ നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ രണ്ടുപേര് ഇന്ന് പച്ച തെറി. അത് കേട്ടപ്പോ തന്നെ മനസ്സിലായി ഇത് ഡീസന്റ് മുക്ക്. സാറേ, ഓ ഇന്ന് 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 എന്റെ ആദ്യ രാത്രിയാണ്. ഞാനും അവളും മാത്രം ഈ കട്ടിലില്. നിന്റെ മാത്രം ആദ്യ രാത്രി എന്നെ പഠിച്ച അതിലിടല്ലേ സഹോദരാ. സാറ് നന്നായി ബാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ റൺഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണ്. അതിനേക്കാളും കഷ്ടമായിരിക്കും ഞാൻ ക്ലീൻ ബൗൾഡ് ആക്കി കഴിഞ്ഞാ. സാറേ, അപ്പൊ സാർ എന്നെ ഇവിടെ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ സാറേ ഞാൻ ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് ഞാൻ സാറിന്റെ കൂടെ വരാം. നടക്കില്ല നടക്കില്ല നടക്കില്ല. നടക്കൂലേ? നടക്കും, നടക്കുമല്ലോ. നടക്കണം. ഇതിവിടെ വെച്ചല്ലോ. നിനക്കിപ്പോ ഒരു ഗ്ലാസ് പാല് കുടിക്കണം. അതെ, അത്രയല്ലേ ഉള്ളു. അതെ. എടാ മോനെ, നിനക്ക് ഞാൻ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. സമ്മാനോ? പിന്നെ കേരള പോലീസിന്റെ കാര്യം പറയാനായിട്ട് ഇനി താ സാറേ. കല്യാണമൊക്കെ അല്ലേ, ഒരു വള ഇരിക്കട്ടെ. ഓ എന്തൊരു പരിപാടി സാറേ കാണിക്കുന്ന? എന്താടാ തള്ളവളൊക്കെ തിന്നിട്ട് കേറാകത്ത്. ഓഹോ, ഞാനൊന്ന് വഴങ്ങി തന്നപ്പം നിങ്ങൾ എന്നെ അങ്ങ് പൂട്ടിയല്ലേ? പെട്ടല്ലോ നാദാ. ചിരിക്കാതെ ജീപ്പ് കേറാ, ജീപ്പ് കേറാ. എന്തിനാ കരയണ? എന്തിനാ കരയാതിടാ? എന്തിനാ കരയണ നീ? ഒരു ഗ്ലാസ് പാല് കുടിക്കുന്ന കാര്യമല്ലേ സാറേ ഞാൻ ചോദിച്ചത്. പാല് കുടിച്ചിട്ട് ഞാൻ വരാം. ജയിലിൽ പോയ എപ്പോഴും സാറേ ഞാൻ വെളിയിറങ്ങുന്ന. ഞാൻ ഒരു മനുഷ്യനായി പോയില്ലേ? ഡിപ്പാർട്ട്മെന്റ് അറിയല്ലേ? ഒരു 15 മിനിറ്റ് സമയം ഞാൻ തരാം. അതും മതി. ഒന്നുമില്ലെങ്കിൽ നിന്റെ വിധു പ്രതാപല്ലേ ഇന്ന്? വിധു പ്രതാപ? മറ്റേ സോനാരെ, ശ്രീവിദ്യ, ഡയാന, മറ്റേ കല്യാണം കഴിയുമ്പോൾ മറ്റേ സംഭവം എന്തരടാ? കിട്ടി മധുവിധു. ആ പറഞ്ഞ ഇതും അതും ഇവിടെ നടക്കണമെങ്കിലേ സാർ ഇവിടെ നിന്നാ പറ്റുമോ? സാറൊന്നും ഇറങ്ങി വെളിയിലോട്ടില്ലേ? മൈ മിസ്റ്റേക്ക്. അതൊരിക്കലും പറ്റൂല. ഞാൻ ഈ റൂമിന്റെ വെളിയിൽ ഇറങ്ങിയാ നീ ഈ റൂമിൽ സ്ക്രിപ്റ്റ് തിരുത്തും. സ്ക്രിപ്റ്റ് ഒന്നും ഞാൻ തിരുത്തത്തില്ല. കൈ നിട്ട് കളിച്ചോട്ടാ. കാലിന് വല്ലം കിട്ടണോ? കൈ നിട്ട് കളിക്കുന്നു സാറേ. ഓ, ആ മുല്ലപ്പൂന്ന് എടുത്ത് കൈ ചുറ്റി തരൂ. എടാ ഇത്രയും പെട്ടു നിന്നാലും മുല്ലപ്പൂ അതായിട്ട് കുറയ്ക്കണം. തീനി ഓരോ ആചാരങ്ങളാവുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ മുല്ലപ്പൂ ചെറ്റും, അങ്ങ് ചെന്നിട്ട് ഞാൻ ഒലക്കയ്ക്ക് ഉരുട്ടും കേട്ടാ. ഇപ്പൊ ഒരു കാര്യം, ഒരു പോലീസുകാരൻ വെളിയിലുണ്ട്. 15 മിനിറ്റേ ഉള്ളു. അര ഗ്ലാസ് പാല് കുടിക്കുക, തിരിച്ചു വരിക. ശരി, ഓക്കെ ഓക്കെ. ചേട്ടാ, ഓ